മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതനുസരിച്ച് ആയുസ് ദീർഘിക്കാനും ഭക്ഷണം വിശാലമാവാനുമുള്ള പ്രധാനപ്പെട്ട ഒരു അമലാണ് കുടുംബബന്ധം ചേർക്കൽ. ബഹുമാനപ്പെട്ട മായീൻ മുസ്ലിയാരുടെ കുടുംബം അവർക്കും നാട്ടുകാർക്കും ഒരുമിച്ച് കൂടാൻ വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏത് സദുദ്ദേശത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണോ അസ്മാഉ ബദറിനെ പാടുകയും ഉലമാക്കളും സയ്യിദന്മാരും സംഗമിച്ച് ദിക്റും ദുആയും നസീഹത്തും നടത്തുകയും ചെയ്യുന്നതെങ്കിൽ ആ ഉദ്ദേശത്തെ സാധിപ്പിച്ചു കൊടുക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഗൾഫിലൊക്കെ ചെന്നാലേ ഫാമിലി ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കും ചിലവരോട്. അത്യാവശ്യം ഒരു സൗകര്യമുള്ള ആൾക്കാരോട് ഫാമിലി ഉണ്ടോ ചോദിക്കും. ഓ, ഫാമിലി ഉണ്ട് എന്ന് പറയും. ചിലവർ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ പറയും ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറയും. വാസ്തവത്തിൽ ഈ ഫാമിലി എന്ന് പറഞ്ഞതില് ഭാര്യനെയും കുട്ടികളെയും മാത്രമാണ് പലരും ഉൾപ്പെടുത്താറുള്ളത്. ഉമ്മ നാട്ടിലേക്കാരം, വാപ്പ നാട്ടിലേക്കാരം. ഉമ്മാനെയും വാപ്പാനെയും ഒന്നും കുടുംബത്തിൽ ചേർക്കാത്തൊരു പരിപാടി പുതിയ തലമുറക്ക് വളരെ കൂടുതലായി വന്നിട്ടുണ്ട്. കുടുംബം എന്ന് പറഞ്ഞാല് ഭാര്യ പ്രധാനപ്പെട്ട തന്നെയാണ്, ഭർത്താവ് വളരെ പ്രധാനപ്പെട്ടതാണ്, മക്കൾ അതിലേറെ പ്രധാനപ്പെട്ടതാണ്, വാപ്പ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്, ഉമ്മ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്, ഇളയച്ചിയും മൂത്തച്ചിയും നാത്തൂനും ആങ്ങളിയും ഇതൊക്കെ കുടുംബത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അത് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. പഴയ കാഴ്ചപ്പാടിൽ നിന്ന് പുതിയ കാഴ്ചപ്പാടിലേക്ക് വന്നപ്പോ കുടുംബം എന്ന കാഴ്ചപ്പാടും ചുരുങ്ങി വന്നിട്ടുണ്ട്. അവിടെയാണ് ഇങ്ങനെ കുടുംബക്കാരും നാട്ടുകാരൊക്കെ കൂടിയിട്ട് നസീഹത്തും മജ്ലിസും നൂറൊക്കെ നടത്തുന്നത്. സ്വാഭാവികമായിട്ടും കുടുംബജീവിതത്തെ കുറിച്ചല്ലാതെ വേറെ എന്തിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാം. വാപ്പ സ്വർഗത്തിന്റെ നടുക്കത്തെ വാതിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭർത്താവ് ഭാര്യയെ തൊട്ട് തൃപ്തിപ്പെട്ടാൽ അവർ സ്വർഗത്തിലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാര്യ ഭർത്താവിനെ തൊട്ട് തൃപ്തിപ്പെട്ടാൽ അവർ സ്വർഗത്തിലാന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കള് ഉമ്മാക്കും വാപ്പാക്കും സ്വർഗത്ത് പോകാൻ ശഫാഅത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭാര്യ, ഭർത്താവ്, മക്കള്, ഉമ്മ, വാപ്പ ഇതെല്ലാം സ്വർഗം എളുപ്പമാകാൻ വേണ്ടി അള്ളാഹു വെച്ചിട്ടുള്ള വഴികളാണ്. വാസ്തവത്തിൽ ആദ്യത്തെ വിവാഹം സ്വർഗത്തിലാണ് നടന്നത്. അബുൽ ബഷർ സയ്യിദുനാ ആദം അലൈഹിസ്സലാം ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത് സ്വർഗത്തിൽ വെച്ചാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള മാലാഖമാരാണ് അതിന് സാക്ഷ്യം വഹിച്ചതും നേതൃത്വം നൽകിയതും. ഇങ്ങനെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് കല്യാണങ്ങൾ നടന്നു. ഇനി അവസാനത്തെ കല്യാണം സ്വർഗത്തിൽ തന്നെയാണ്. ആദ്യത്തെ കല്യാണം സ്വർഗത്തിലാണ്, അവസാനത്തെ കല്യാണം സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കുന്ന പുണ്യമായ വിഭാഗത്താണ് കല്യാണം. പക്ഷെ നമുക്കൊരു അബദ്ധം പറ്റിയ എന്താ വെച്ചാല് കല്യാണത്തിന് നമ്മളെല്ലാരും പോകല് കുറ്റം മുടക്കാനാണ് എന്നുള്ളതാണ്. അല്ലാതെ സ്വർഗത്തിലൊരമലാണ് എന്ന് കരുതിയിട്ടോ ദീനിന്റെ 2/3 പൂർത്തിയാക്കുന്ന അമലിന് സാക്ഷിയാകുകയാണ് എന്ന് കരുതിയിട്ടൊന്നും കല്യാണത്തിന് പോയിട്ടില്ല. ചെന്നില്ലെങ്കിൽ ഗഫൂറിന് എന്താ തോന്നുക, അല്ലെങ്കിൽ സത്താറിന് എന്താ തോന്നുക, അബ്ദുറഹ്മാനെ പിന്നെ കാണുമ്പോ എന്താ പറയാ എന്നൊക്കെയാണ് കാരണം. അല്ലാതെ അള്ളാനോട് എന്താ പറയാ, പടച്ച റബ്ബ് മരിച്ചെന്നാല് എടാ ദീനിന്റെ 2/3 പൂർത്തിയാക്കുന്ന ഒരു ഇബാത്ത് നടന്നിട്ട് ഇജ്ജെന്തേ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാഞ്ഞത്, പള്ളിക്കന്ന് നിക്കാരം അസർക്കാരം കഴിഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോ അവിടെ ഒരു നിക്കാഹ് നടക്കുന്നത് അറിഞ്ഞിട്ടും എന്തേ ഇരിക്കാഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ എന്താ മറുപടി പറയാ എന്ന നിലക്ക് ആരും പോകലില്ല എന്നുള്ളതാണ് നമ്മുടെ വലിയൊരു പരാജയം. വിവാഹങ്ങൾ നമുക്ക് പലപ്പോഴും ഒരു തമാശയാണ്. പ്രധാനപ്പെട്ട എല്ലാ കാര്യവും നമുക്ക് തമാശക്കാരാണ്. പള്ളിപ്പണി ഒരു തമാശയാണ്, ജുമാക്കോല് വേറൊരു തമാശയാണ്,
തമാശ പറയാൻ വേണ്ടി മാത്രം പോവുകയാണ്. ഇങ്ങനെയൊക്കെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്കൊരു തമാശയായി മാറിയിരിക്കുകയാണ്. മരണരംഗം പറ്റുമെങ്കിലും മൊബൈലിൽ പകർത്തിയിട്ട് യൂട്യൂബിലും വാട്സപ്പിലും ഷെയർ ചെയ്യും. കാരണം നമുക്കതൊരു തമാശയാണ്. പ്രധാനപ്പെട്ട എല്ലാ കാര്യവും തമാശയാണ്, എല്ലാ പ്രധാന കാര്യങ്ങളും. അവിടെയാണ് നമ്മൾ കുടുംബബന്ധത്തെ കുറിച്ച് ആലോചിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന ഹദീസാണ്, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. മുഅ്മിനീങ്ങളെ, കൂട്ടത്തിലൊരു കാര്യം പറയാം. ബഹുമാനപ്പെട്ട ഷാവുൽ അമീദ് തങ്ങൾ വരും ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്. 9 മണി വരെയാണ് ഞാൻ പ്രസംഗിക്കുക. അതിനുശേഷം മജ്ലിസുൻ നൂർ, അത് കഴിഞ്ഞ് ദുആയും കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവൂ എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാം. ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ പറയാൻ വേണ്ടി ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, സൂറത്തുൽ ലുഖ്മാൻ. ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹുവിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഉമ്മാനെ നോക്കി എന്നുള്ളതാണ്. എന്നും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഉമ്മാട് ചോദിക്കും, ഉമ്മ ഞാൻ പോവാ, വരുമ്പോ നിങ്ങൾക്ക് എന്താ കൊണ്ടുവരണ്ടേ ചോദിക്കും. എല്ലാ ദിവസവും ചോദിക്കും, ഒറ്റ ദിവസം മുടങ്ങാതെ ചോദിക്കും. അപ്പൊ ഉമ്മ എന്തേലൊക്കെ പറയും, വരുമ്പോ കൊടുന്നു കൊടുക്കും. ഒരു ദിവസം ലുക്മാനുൽ ഹക്കീം ഉമ്മാട് ചോദിച്ചു, ഉമ്മ ഞാൻ വരുമ്പോ നിങ്ങൾക്ക് എന്താ വേണ്ടത് ചോദിച്ചു. പ്രായമായിട്ടുണ്ട്, ദേശം ഇങ്ങനെ പ്രായത്തിന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉമ്മാക്ക് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഉമ്മ നിങ്ങൾക്ക് എന്താ വേണ്ടത് ചോദിച്ചോ. പറഞ്ഞു, എനിക്ക് സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് വേണമെന്ന് പറഞ്ഞു. ഇനി വരുമ്പോ അത് കൊണ്ടുവരുണ്ടോ. കുടുങ്ങിയല്ല പഠിച്ചാനെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ ഇന്ന് വൈകുന്നേരം ഞാൻ വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണാണ് കൊണ്ടുവരേണ്ടതെങ്കിൽ അതിനുവേണ്ടി ഞാൻ ഇന്ന് എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ കാലിന്റെ ഒട്ടുന്ന് ഒരു പിടി മണ്ണ് ഇങ്ങനെ എടുത്തുങ്ങാണ്ടാണ് കൊടുത്തു. ഇതാണ് ഉമ്മ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്. ഉമ്മാന്റെ കാലിന്റെ ഓട്ടാണ് സ്വർഗം എന്നത് നമ്മളിൽ എത്ര പേർക്ക് ഈമാനായിട്ടുണ്ട് എന്നതാണ് വിഷയം. നമ്മൾ എത്ര ആൾക്കത് ഈമാനാ? പല കാര്യങ്ങളും നമുക്ക് ഈമാനല്ല. നാഷണൽ ഹൈവേയില് പാണ്ടി ലോറി വരുമ്പോ നടുക്കൊക്കെ കയറി നിങ്ങാണ്ട് 2 കൈയോണ്ട് കെട്ടിയിട്ട് കണ്ണും ചിമ്പിയിട്ട് നമ്മളാരും നിൽക്കൂല, പിരാന്തം വരെ നിൽക്കൂല. എന്തേ? ജീവൻ പോകുന്ന ഈമാനാണ്. പിരാന്തനുണ്ടായി ഈമാന്, ജീവൻ പോകുന്നു. പിരാന്തം നിൽക്കലില്ലല്ലോ. അങ്ങനെ ഈമാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനെ നമുക്ക് സ്വർഗ ഈമാനായോ നരക ഈമാനായോ എല്ലാ ദിവസവും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാണ് സ്വർഗമെന്ന് പറഞ്ഞ് നമുക്ക് ഈമാനാണോ? മൻ ഫളല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. മൻ ഫളല സൗജതഹു അലാ ഉമ്മിഹി, ഒരാൾ തന്റെ ഭാര്യക്ക് ഉമ്മയേക്കാൾ പ്രാധാന്യം കൊടുത്താൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, നിർബന്ധമായും അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടായിരിക്കും. വൽ മലായികതി, മലക്കുകളുടെയും ശാപം ഉണ്ടായിരിക്കും. വന്നാസി അജ്മഈൻ, എല്ലാ മനുഷ്യരുടെയും ശാപം ഉണ്ടായിരിക്കുന്നതാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലുക്മാനുൽ ഹക്കീം ചെയ്ത മാതിരി ചെയ്യാൻ പറ്റണം. ആ വിഷയം നമുക്കാണ്ട് ഈമാനാവണം. പിന്നുള്ളത് വാപ്പയാണ്. പിന്നെ വാപ്പയാണ്. അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന, ഹബീബുനാ റസൂലുള്ളാഹി. വാപ്പ സ്വർഗത്തിന്റെ നടുക്കത്തെ വാതിലാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. സ്വർഗത്തിന്റെ നടുക്കത്തെ വാതിലാ വാപ്പ, ബാക്കിയൊക്കെ സൈഡത്തെ വാതിലാണ്. അതുകൊണ്ട് വാപ്പയെ തൃപ്തിപ്പെടുത്തിയാൽ സ്വർഗത്തിന്റെ നടുത്ത വാതിൽ കൂടെ കയറാം. ഇനി അയിലേറപ്പുറം എന്താ പറയാനുള്ളത് എന്നുള്ളതാണ്. സ്വർഗത്തിന്റെ മുസാഫിന്റെ നടുക്കത്തെ കണ്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ, സ്വർഗത്തിന്റെ നടുക്കത്തെ വാതിലാണ് വാപ്പ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫാമിലി എന്ന് പറഞ്ഞതില് വാപ്പി ഉമ്മയുണ്ട്, അത് ഭാര്യയും മക്കളും മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുടുംബം എന്ന് പറഞ്ഞ കാഴ്ചപ്പാട് വളരെ വിശാലമാണ്.
അള്ളാഹു നിരീക്ഷകനെ വെച്ച് നോക്കുന്നുണ്ട്, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നുണ്ടോ നോക്കാന് എന്ന് ഖുർആൻ പറഞ്ഞു. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വല്ലർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ, കുടുംബബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കണേ. നിങ്ങൾ കുടുംബബന്ധം പാലിക്കുന്നുണ്ടോ നോക്കാൻ അള്ളാഹു നിരീക്ഷകനെ നിശ്ചയിച്ചിരിക്കുന്നു. അള്ളാഹു നിരീക്ഷകനെ നിശ്ചയിച്ച് നോക്കുന്ന ഒരു വിഷയമാണ് കുടുംബബന്ധം ചേർക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കല്. ഭാര്യയും പ്രധാനപ്പെട്ട തന്നെയാണ്, ഭർത്താവും പ്രധാനപ്പെട്ട തന്നെയാണ്. സൂറത്തുർ റൂമിന്റെ 21-ാമത്തെ ആയത്ത് മുതലാണ് കല്യാണം കഴിക്കാൻ പറയുന്ന ആയത്തുകളിൽ. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. ومن آياته അല്ലാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളുടെ അൻഫുസിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഇണകളെ പടച്ചു എന്നത്. ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടിയാകുന്നു അത്. സാധാരണ നാടൻ പ്രയോഗമുണ്ട് നമ്മളൊക്കെ നാട്ടില്, പെണ്ണ് കെട്ടിയാല് കാല് കെട്ടി എന്ന് പറഞ്ഞാൽ പെണ്ണ് കെട്ടിയാൽ ആ മനുഷ്യ ഇടങ്ങാറായി. വാസ്തവത്തിൽ ഖുർആൻ പെണ്ണെട്ടാൻ പറഞ്ഞിട്ടുള്ളത് ഇടങ്ങാറാവാനല്ല, ലിതസ്കുനു ഇലൈഹ, സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ ഉള്ള സമാധാനം പൊയ്ക്കുകയാണെങ്കിൽ ഖുർആൻ പറഞ്ഞ കല്യാണം നടന്നിട്ടില്ല എന്ന് മനസ്സിലാവും. ഖുർആൻ പറഞ്ഞ കല്യാണം സമാധാനത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇടങ്ങാറാക്കാൻ വേണ്ടിയിട്ടല്ല. ഖുർആനാണ്, സൂറത്തുർ റൂമാണ്, ആയത്താണ്. അപ്പൊ ഒരാൾക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉള്ള സമാധാനമാണ് പൊയ്ക്കുക നിൽക്കുക. ഖുർആൻ പറഞ്ഞ കല്യാണം അല്ല നടന്നതെന്ന് മനസ്സിലാവും. വിവാഹത്തിന്റെ തലേ ദിവസം രാത്രി ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യന്റെ രൂപത്തിലാണ് പിശാച് വരാറുള്ളത്. 1 മണിക്കോ 2 മണിക്കോ 3 മണിക്കോ ഒക്കെ വരും. എന്നിട്ട് ഉറക്കം വസാദാക്കിയിട്ട് സുബഹിന്റെ തൊട്ടു മുമ്പായിട്ട് ഉറങ്ങുകയും വിവാഹം ചെയ്യാൻ പോകുന്ന ഭർത്താവിന്റെയും കൈയൊടുക്കാൻ പോകുന്ന രക്ഷിതാവിന്റെയും സുബഹി നിസ്കാരം ഖളാ ആക്കിക്കൊണ്ടാണ് പിശാച് ആദ്യമായി രംഗത്ത് വരാറുള്ളത്. സുബ്ഹി നിസ്കാരം ഖളാ ആകുന്ന ദിവസത്തിൽ ചെയ്യുന്ന നിക്കാഹിൽ ബർക്കത്തുണ്ടാവില്ല എന്ന് ആർക്കാ അറിയാത്തത്? ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പറഞ്ഞത് ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്. ശൈത്താന് എന്നു രാത്രി മക്കളെ യോഗം വിളിക്കുന്ന, എല്ലാ ദിവസവും രാത്രി മക്കളുടെ ഒരു മീറ്റിംഗ് വിളിക്കും പിശാച്, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. കുട്ടിയോട് ചോദിക്കും, അല്ല കുട്ടിയെ, മൂത്ത കുട്ടിയെ, ഇജ് ഇന്ന് എവിടേക്കൊക്കെ പോയിന്ന് ചോദിക്കും. അപ്പൊ ഓൻ പറയും, ഞാൻ ഇന്ന് ഇങ്ങനെ പോയി പല സ്ഥലത്തും, മലപ്പുറം, കോഴിക്കോട്, അവിടെ ഇവിടെ പോയി കുറെ ആൾക്കാരൊക്കെ കണ്ട്, നിസ്കരിച്ചവരൊക്കെ കുറെ സ്വീപ്പാക്കി, സദക്ക കൊടുക്കണവരൊക്കെ കുറെ സ്വീപ്പാക്കി, അങ്ങനെയൊക്കെ കൂടി ഇങ്ങനെ ഇടങ്ങാറാക്കി വരികയാണ് എന്ന് പറയുമ്പോ അപ്പൊ അറിയത്രേ, അതങ്ങനെ ഒരു ഏർപ്പാട് എന്നുള്ളതിൽ കാണാം. അതുകൊണ്ട് ആയിട്ടില്ല, അത്രയൊന്നും പോരാ, ഒന്നും കൂടി ഉഷാറാവണം എന്റെ കുട്ടികള്. രണ്ടാമത്തോനോട് ചോദിക്കും, അല്ല കുട്ടി ഇജ്ജ് എവിടേക്ക് പോയെന്ന്? ഞാൻ ആ സാലിം ഫൈദി എന്ന് പറഞ്ഞൊരാൾ അവിടെ ശൈത്താനെ പറ്റി വയലറിഞ്ഞിന്ന് മൂപ്പരെ സ്വീപ്പാക്കാൻ വേണ്ടി പോയി. അതുകൊണ്ടൊന്നും ആയില്ല, ഒന്നും കൂടി ഒക്കെ ഉഷാറാവണം. മൂന്നാമത്തോൻ പറയും, ഞാൻ ഒരു പുതിയാപ്പള്ളിയും പുതിയണ്ണിനും തമ്മിൽ തെറ്റിച്ചു എന്ന് പറയുമ്പോ ഇരിക്കുന്നോടത്ത് പുതിയണ്ണിനും തമ്മിൽ തെറ്റിച്ചു എന്ന് പറയുമ്പോ ഇരിക്കുന്നോടത്തുനിന്ന് ഇങ്ങോട്ട് ചാടിയിട്ട് കൊടുക്കട കയ്യ്, വാപ്പാന്റെ കുട്ടികളാവുമ്പോ അങ്ങനെ വേണം എന്ന് പറയുന്ന ശൈത്താന് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി കുടുംബം കുളം തോണ്ടലാണ്. ഭാര്യനും ഭർത്താവിനും തമ്മിൽ തെറ്റിക്കലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി. കാരണം എന്താ? തലമുറകളോളം വഴിവിഴക്കാൻ ആ ഒരു കാരണം മതിയാവും. തലമുറകളോളം വഴി വെച്ചു പോവാന്, മക്കള് വേറെ കുട്ടികൾ ഓല കുട്ടികളായിട്ട് വഴി തെറ്റാന് ഒരു ഭാര്യനും ഒരു ഭർത്താവിനും കേടിർത്തിയാൽ മതിയെന്ന് ഞമ്മളെക്കാൾ വിവരമുണ്ട് ശൈത്താന്. ഞമ്മക്കാണ് ആ വിവരം ഇല്ലാതെ പോയത്. അതുകൊണ്ട് അല്ലാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന തരത്തിൽ കുടുംബജീവിതം നയിക്കാൻ പറ്റണം. അതുകൊണ്ട് അല്ലാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന തരത്തിൽ കുടുംബജീവിതം നയിക്കാൻ പറ്റണം. 63-ാമത്തെ വയസ്സിലും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗ്ലാസ്സിൽ അല്പം പാലെടുത്തിട്ട് അതിങ്ങനെ കുടിച്ച് ആ ഗ്ലാസ് ഇങ്ങനെ താഴെ വെച്ചാല് ആയിഷ ബീവി അതെടുത്തിട്ട്
എവിടെ നബി തങ്ങളെ ചുണ്ട് തട്ടിയത് നോക്കിയിട്ട് അവളെ തന്നെ ചുണ്ട് വെച്ച് കുടിക്കും. സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നേരം വെളുത്താൽ നബി തങ്ങൾ ആടുകളെ കറക്കുമായിരുന്നു. നേരം വെളുത്താൽ സുബഹിസ്കാരം കഴിഞ്ഞ് വന്നാൽ നബി തങ്ങൾ ആടിനെ കറക്കാൻ പോകും. ഞമ്മക്ക് തോന്നും അപ്പൊ ആയിഷ ബീവി ചായാച്ചാൻ പോകുന്നു. അല്ല, നബി തങ്ങൾ കറക്കാൻ പോകുമ്പോ ആയിഷ ബീവി ചായാച്ചിന പരിപാടി ഒന്നില്ല. പിന്നെന്താ, ആയിഷ ബീവിയോട് വെറുതെ ഇരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആടിനെ കറന്നിട്ട് വരും. എന്നിട്ട് ആ പാൽ ഇങ്ങനെ നേരെ കൊടുക്കും ആയിഷ ബീവിക്ക്. യാ ആയിഷു ഇശ്റബി, ആയിഷ കുടിക്ക് എന്ന് പറയും. ഞാനിങ്ങനെ ആ പാലിങ്ങനെ കുടിക്കുമ്പോ നബി തങ്ങൾ കൗതുകത്തോടുകൂടെ നോക്കി നിൽക്കുമായിരുന്നു. വളരെ കൗതുകത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കും. അങ്ങനെ ഞാൻ കുടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ കൊടുത്താൽ വീണ്ടും പറയും ഇശ്റബി ആയിഷ കുടിക്ക് അറിയും. പിന്നെയും കുടിപ്പിക്കും. കൗതുകത്തോടുകൂടെ നോക്കി നിൽക്കും. വീണ്ടും കുടിക്കാൻ പറയും. അവസാനം എനിക്ക് മതിയായിട്ട് അത് ഞാൻ കൊടുക്കുമ്പോ എന്റെ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ ചുണ്ട് വെച്ചുകൊണ്ട് സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹ കൊടുക്കുമ്പോ ക്ലാസ്സിൽ നിന്ന് നബി തങ്ങൾ കുടിക്കുമായിരുന്നു. നമ്മളോ ആ ഹദീസിന്റെ ഒരു ചൊറുക്കുണ്ട്. ഞാൻ ആ പാത്രം കൊടുക്കുമ്പോ നബി തങ്ങൾ അതൊന്നും ചുറ്റിക്കും. എന്നിട്ട് എന്റെ ചുണ്ട് വെച്ച സ്ഥലത്ത് തന്നെ നമ്മളിങ്ങനെ നോക്കി നിൽക്കൂ എവിടെ ചുണ്ട് തട്ടണത് എന്ന്. നമ്മള് എന്തിന്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കുടിക്കാൻ വേണ്ടിയിട്ട്. അത്രത്തോളം നമ്മൾ അകന്നകന്നു പോകും. 63-ാമത്തെ വയസ്സത്തെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. 63 വേണ്ട, 50 വയസ്സിൽ ഏതെങ്കിലും പുതിയാപ്പിളിയും പുതിയണ്ണും സിറ്റ് ഔട്ടിൽ ഇരുന്ന് സംസാരിക്കണത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവൂല. ഓല് രണ്ടാളും 2 വഴിക്ക് പോകും. ഇനി സ്വർഗത്തുനിന്ന് കാണാന്നാ. ഇവിടുന്ന് കാണുന്നവരെ തന്നെയാണ് സ്വർഗത്തുനിന്നും കാണുന്നത്, അല്ലാതെ പുതിയ ആൾക്കാരൊന്നല്ല. ഇവിടുന്ന് തന്നെ കണ്ടിരിക്കാൻ പറ്റുമോ? സ്വർഗത്തിലും കണ്ടിരിക്കാം. സൂറത്ത് യാസീൻ സ്വർഗ ജീവിതം അവതരിപ്പിക്കുന്നുണ്ട് വളരെ മനോഹരമായി, വളരെ മനോഹരം. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫിഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഹും അവർ വഅസ്വാജുഹും അവരുടെ ഭാര്യമാരും ഫീ ളിലാലിൻ മരത്തിന്റെ ചോട്ടില് അലൽ അറായികി മുത്തഖിഊൻ കട്ടിലും ചാരിയിരിക്കുകയാണ്. ലഹും അവർക്കുണ്ട് ഫിയാദിൽ ഫാകിയത്തുൻ പഴങ്ങള് വലഹും മാ യദ്ദഊൻ അവർ ആവശ്യപ്പെടുന്ന മറ്റു വസ്തുക്കളും ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വളരെ മനോഹരമായ അവതരണമാണ് സ്വർഗത്തിലെല്ലാരും ഭാര്യയും ഭർത്താവുമായിട്ടാണ്. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. അവരും അവരുടെ ഭാര്യമാരും. ഏതാ ഭാര്യ? ഭാര്യ ഇവിടുത്തെ അതേ ഭാര്യ തന്നെയാണ് സ്വർഗത്തിലെ ഭാര്യ. ഇവിടുന്ന് ഏതാണോ ഭാര്യ ഉള്ളത് അതേ ഭാര്യയാണ് സ്വർഗത്തിലുള്ളത്. പക്ഷെ കോറുങ്ങടുകളൊന്നും ഉണ്ടാവില്ല. കറുത്തതൊക്കെ വെളുക്കും. സ്വർഗത്തിൽ കറുത്തോരാരും ഉണ്ടാവില്ല, വെളുത്തോര് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂക്ക് നീണ്ടോരുണ്ടാവില്ല, മൂക്ക് ചപ്പിയോരുണ്ടാവില്ല, ചെവി വളഞ്ഞോരുണ്ടാവില്ല. എല്ലാരും നല്ല സൗന്ദര്യമാണ്. എല്ലാരും 33ന്റെ റേഞ്ചിലാണ്. ഏത് സമയത്തും, ഇന്നലെ ഇന്നും നാളെയും എപ്പോഴും 33ന്റെ റേഞ്ചാണ്. ഭംഗി ഒരിക്കലും കൂടാന്നല്ലാതെ കുറയില്ല. സൂക്കുൽ ജുമാ എന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച ഒരു ചന്ത ഉണ്ട്. ആ ചന്തയെ പോകും, ആണുങ്ങളെ മാത്രമേ പോവുള്ളൂ. പോയിട്ട് അവിടെ ഇങ്ങനെ കുറെ പൊടിപടലങ്ങളൊക്കെ ഉണ്ടാവും. അതിങ്ങനെ പാറുമ്പോ മേത്ത് പറ്റിയിട്ട് ഇങ്ങനെ വരും. വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ വാതിൽ മുട്ടുമ്പോ മൈമൂനങ്ങനെ പുറത്തേക്ക് വന്ന് നോക്കും. മുപ്പത്തിയേര് ചോദിക്കും, അല്ല മനുഷ്യ നിങ്ങൾ തന്നെ അല്ലേ ഇത്, പോയപ്പോ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. വീണ്ടും സൂക്ഷിച്ചു നോക്കുമ്പോ ആളതന്നെയാണ്, പക്ഷെ ചൊർക്ക് മാറിയിട്ടുണ്ട്. ആഴ്ചക്കൊരിക്കൽ ചൊർക്ക് മാറ്റി കൊടുക്കും. അപ്പോഴാ മൂപ്പരിങ്ങനെ ഔത്തുക്ക് നോക്കണത്, റംലോ ഇജന്നല്ലേ, ഞാൻ പോയപ്പോ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇജും മാറിയിട്ടുണ്ടല്ലോ എന്നാണ്. രണ്ടാളും ആഴ്ചയിലൊരിക്കൽ ഭംഗി മാറ്റിക്കൊടുക്കും. ആ ഇണ ഇവിടുന്നുള്ള അതേ ഭാര്യ, ഇവിടുന്നുള്ള അതേ ഭർത്താവ്, ഒരു കുഴപ്പം ഉണ്ടാവില്ല. സ്വഭാവം മാറിയിട്ടുണ്ടാവും. ഈ സ്വഭാവം എന്നല്ല, ഈ കുറച്ചിടുന്ന സ്വഭാവം ഒന്നും അവിടെ ഉണ്ടാവില്ല. നല്ല സ്വഭാവമുള്ള ഇതേ മനുഷ്യൻ ഒരു കുറഞ്ഞ കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാൽ മതി. 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾ 20 കൊല്ലം ഉറങ്ങാണ് എന്നാണ്.
ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ 8 മണിക്കൂർ ഒരു ദിവസത്തിൽ ഉറങ്ങണം എന്നാണ് കണക്കത്രേ. ആ കണക്ക് പരിഗണിക്കുകയാണെങ്കിൽ 8 8 16 8 24 ഒരു ദിവസത്തിന്റെ 1/3 ഭാഗം ഉറങ്ങുക. 8 16 24 ഒരു ദിവസത്തിന്റെ 1/3 ഭാഗം ഉറങ്ങുക. അങ്ങനെയാണെങ്കിൽ 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾ 20 കൊല്ലം ഉറങ്ങും. 20 40 60 ബാക്കി 40 കൊല്ലം. അതിലിപ്പോ മുഴുവൻ കാലം വിവാഹം കഴിക്കണില്ല, അതിന്റെ മുമ്പ് കുറെ കൊല്ലം, ഒരു 10 കൊല്ലം കൂട്ടിക്കോളി, ഒരു 10 കൊല്ലം അങ്ങനെ കഴിഞ്ഞു പോയി, ബാക്കി ഒരു 30 കൊല്ലം. അതിൽ പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇനിയിപ്പോ എത്ര ആയാലും ഒരു 10-30 കൊല്ലം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാല് ഇവിടെയുള്ള അതേ ഭർത്താവിന്റെ പല്ലൊക്കെ നേരാക്കിയിട്ട് ഇവിടെയുള്ള അതേ ഭാര്യന്റെ കളറും മൂക്കൊക്കെ നേരാക്കിയിട്ട് അവിടുന്ന് കിട്ടും. അതുവരെയാണ് ഈ അഡ്ജസ്റ്റ് ചെയ്യേണ്ടുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്യാണെന്ന് വെച്ചാൽ തന്നെ വാസ്തവത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാനല്ല വിവാഹം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി വാദത്തിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാണെന്ന് നമ്മൾ സമ്മതിച്ചാൽ തന്നെ ഒരു 10-30 കൊല്ലം ഒന്നും ജീവിച്ചാൽ എല്ലാ നിലക്കും മനോഹരമാക്കിയിട്ട് അള്ളാഹു തആല തിരിച്ചു തരും. അത്രയാണ് നമ്മളോട് ജീവിക്കാൻ വേണ്ടി പറഞ്ഞത്. നമുക്കത് പറ്റൂലെങ്കിലോ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഞങ്ങളുടെ റബ്ബേ, ഹബ് ലനാ ഞങ്ങൾക്ക് നീ നൽകണമേ, മിൻ അസ്വാജിനാ ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, വദുർരിയാതിനാ സന്താനങ്ങളിൽ നിന്നും, ഖുറത അയുനിൻ കണ്ണിന് കുളിർമ നൽകണമേ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ മുത്തഖീങ്ങളുടെ ഇമാമാക്കുകയും ചെയ്യണമേ. ഭാര്യ സന്താനങ്ങളിൽ നിന്നുള്ള കണ്ണിന്റെ നനവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മുഫസ്സിറുകൾ ചർച്ച ചെയ്തു. ഭാര്യ മക്കളിൽ നിന്ന് കണ്ണിന് നനവ് നൽകണേ എന്നാണ് ഇബ്രാഹിം നബി ദ്വാരക്കുന്നത്. ഭാര്യ മക്കളിൽ നിന്നുള്ള കണ്ണിന്റെ നനവ് എന്താന്ന് ചർച്ച ചെയ്ത മുഫസ്സിറുകൾ പറയുന്നുണ്ട്, നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ്, മക്കൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് നീ കാണലാണ്. വൈകുന്നേരത്തെ അങ്ങാടി പോയിട്ട് തിരിച്ചിങ്ങനെ വന്നപ്പോ ഭാര്യ അങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോ കണ്ണിന്ന് 2 തുള്ളി കണ്ണുനീരിന് വന്നാല് അതിന്റെ പേരാണ് ഭാര്യയിൽ നിന്നുള്ള കണ്ണിന്റെ നനവ്. ഭർത്താവ് ഇങ്ങനെ സുബീസ്കാരം കഴിഞ്ഞ് പള്ളിക്കന്ന് വന്നിട്ട് പൂമുഖത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ഖുർആൻ ഓതുന്നത് കട്ടൻ ചായ ഏറ്റിന് വന്നപ്പോ ഭാര്യ കണ്ടപ്പോ കണ്ണിന്ന് 2 കണ്ണുനീരിന് വന്നാൽ അതിന്റെ പേരാണ് കണ്ണിന്റെ നനവ്. വൈകുന്നേരത്ത് പിടി പോയിട്ട് ഇങ്ങനെ വരുമ്പോ കുട്ടികൾ ഇങ്ങനെ ഖുർആൻ ഓതുന്നത് കണ്ടപ്പോ മനസ്സിന് എന്തോ ഒരു സന്തോഷത്തിന്റെ 2 കണ്ണുനീരിറ്റിയാൽ അതിനാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ദ്വാരുന്നത്, ആ 2 തുള്ളി കണ്ണുനീര് തരണേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ പേടിയുണ്ടാവേണ്ടത് ഭാര്യയെയും ഭർത്താവിനെയും സ്വർഗത്തിൽ നഷ്ടപ്പെടുമോ എന്ന വിഷയത്തിലാണ്. ഒരു ദിവസം ആയിഷ ബീവിന്റെ മടിയിൽ തലവെച്ച് നബി തങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കടന്ന പാട് നബി തങ്ങൾ ഉറങ്ങിപ്പോയി ക്ഷീണം കൊണ്ട്. അള്ളാന്റെ റസൂൽ ഉറങ്ങിയപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞു. കണ്ണിൽ നിന്ന് ഇറ്റി വീണ 2 കണ്ണുനീര് മുത്തുനബിയുടെ പൂമുഖത്ത് വീണപ്പോ ഞെട്ടി ഉണർന്നു. മാലക്കിയ ആയിഷു, ആയിഷ എന്തു പറ്റി? എന്തേ ആയിഷ എനിക്ക് പറ്റിയത്? നീ എന്നോട് ഒരുപാട് സമയം സംസാരിക്കണമെന്ന് കരുതിയിരുന്നോ? ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയതിൽ നിനക്ക് സങ്കടമായോ? എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, നബിയേ, നിങ്ങൾ ഉറങ്ങിപ്പോയതിലുള്ള സങ്കടമല്ല, നിങ്ങൾ എന്റെ മടിയിൽ കിടന്നുറങ്ങുമ്പോ എനിക്കിങ്ങനെ ഒരു തോന്നൽ വന്നു, അള്ളാന്റെ റസൂലേ, നമ്മളെല്ലാവരും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടിയാൽ എനിക്കിങ്ങനെ മടിയിൽ തലവെച്ച് കിടക്കാൻ നിങ്ങളെ കിട്ടുമോ എന്ന ഒരു തോന്നൽ ഇങ്ങനെ വന്നപ്പോ എനിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല നബിയേ എന്ന് സയ്യിദത്തുനാ ആയിഷ. എനിക്ക് സങ്കടം വരികയാണ്, നമ്മൾ സ്വർഗത്തിലെത്തിയിട്ട് എനിക്കിങ്ങനെ നിങ്ങളെ മടിയിൽ തലവെച്ച് കിടക്കാൻ കിട്ടിയില്ലെങ്കിലോ എന്നാലോചിച്ചിട്ട് സ്വർഗത്തിൽ നഷ്ടപ്പെടുമോ എന്ന വിഷയത്തിൽ സങ്കടം വരുമ്പോഴാണ് കുടുംബജീവിതം നേരാകുക. ഒരു ഭർത്താവിന് സങ്കടം വരേണ്ടത് ഭാര്യ നിസ്കരിച്ചില്ലെങ്കിൽ
ഭാര്യക്ക് സങ്കടം വരേണ്ടത് ഭർത്താവ് നിസ്കരിച്ചില്ലെങ്കിൽ ഒരു നിസ്കാരം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ മഹ്ശറയിൽ പിരിഞ്ഞു നിൽക്കേണ്ടി വരുന്നത് 50,000 കൊല്ലം. 5 കൊല്ലം കാണാതിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. ഒറ്റ നിസ്കാരം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ മഹ്ശറയിൽ വെച്ച് 50,000 കൊല്ലം കാണാതിരിക്കേണ്ടി വരും. അതിലാണ് യഥാർത്ഥത്തിൽ സങ്കടം വരേണ്ടത്. ആ സങ്കടം ഉണ്ടെങ്കിൽ കുടുംബജീവിതം നേരാവും. ലില്ലാഹിക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ കുടുംബജീവിതം. അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ പറ്റുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിക്കാനും കുടുംബമായി ജീവിക്കാനും പറഞ്ഞിട്ടുള്ളത്. അല്ലാത്തൊരാവശ്യത്തിനും പറഞ്ഞിട്ടില്ല. ഞാനും എന്റെ ഭാര്യയും ഇങ്ങനെ കളിച്ചിരുന്നാൽ കൂലി ലഭിക്കുമോ നബിയെ? സഹാബി ചോദിച്ചു. കിട്ടുമോന്ന് ചോദിച്ചു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭക്ഷണത്തിന്റെ ഒരു ഉരുള നിന്റെ ഭാര്യയുടെ വായിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്താൽ നിന്റെ റബ്ബ് അതിനും നിനക്ക് കൂലി നൽകുന്നതാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് കാലം അങ്ങനെ ജീവിതം പരാജയപ്പെട്ടു പോവുക. അതുകൊണ്ട് നല്ല ശ്രദ്ധയോടുകൂടെ ജീവിക്കേണ്ടതാണ്. ഒരു പരിപാടി ഉണ്ട് ഇപ്പൊ നമ്മളൊക്കെ നാട്ടിൽ കാണുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ 2-3 കുട്ടികളൊക്കെ ഉണ്ടായി. ഓലിങ്ങനെ അത്യാവശ്യം കുവൈത്തിലും ഖത്തറിലൊക്കെ പോയി കുറച്ചൊക്കെ കായൊക്കെ അയക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങിയാല് ബാപ്പാനം എല്ലാം ചവിട്ടി പുറത്താക്കും. ചവിട്ടി പുറത്താക്കാന്ന് പറഞ്ഞാല് പെരയിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മൂപ്പരോട് ചോദിക്കും കൂടിയില്ല. മക്കളും ഉമ്മയും കൂടിയാണ് കൂടി തീരുമാനിച്ചുകൊണ്ട് കാര്യമൊക്കെയാണ് ചെയ്യും. ബാപ്പാക്ക് ആകെ 2 ജോലിയുള്ളൂ. ഒന്ന് രാവിലെ ചന്തയിൽ പോയാണ്ട് മീൻ കൊടുന്നേരാം, 3 വൈകുന്നേരത്ത് ടോർച്ച് കൊടുത്തുകൊണ്ട് പള്ളിക്ക് പോവുക. വേറൊന്നിനും മൂപ്പരെ പറ്റൂല. ബാക്കിയൊക്കെ ഉമ്മയും കുട്ടികളും തീരുമാനിക്കുക. നമ്മളൊക്കെ നാട്ടിൽ കാണുന്ന ഓരോ പരിപാടിയാണ്. വാപ്പ എന്നും വാപ്പയാണ്. വാസ്തവത്തിൽ വാപ്പ തല്ലും എന്നത് അഭിമാനത്തിന്റെ വർത്താനാണ്. വാപ്പ ചീത്തറി എന്ന് പറഞ്ഞതൊരു അഭിമാനാണല്ലോ. ആരെങ്കിലും വാപ്പ തല്ലും എന്നുള്ളത് അപമാനമായി പറയാറില്ല. ഞാനത് ചെയ്യൂല, ഞാൻ വീഡിയോ അരിക്കൂല, എന്റെ വാപ്പ തല്ലും. ഞാൻ സിഗരറ്റ് വലിക്കൂല, എന്റെ വാപ്പ ചീത്തറി എന്ന് പറയാന്ന് പറഞ്ഞ ഒരു മനുഷ്യന് അഭിമാനമുള്ള വർത്താനാണ്. പക്ഷേ ചീത്ത പറയാൻ യോഗ്യതയുള്ള വാപ്പാരെ എവിടെ ഉള്ളത് എന്നുള്ളതാണ് പ്രശ്നം. ചീത്ത പറയാനും ആണല്ലോ ഒരു യോഗ്യത. ചീത്ത പറയാനും തല്ലാനും ഒരു യോഗ്യത വേണം. ആ യോഗ്യത ഉള്ള വാപ്പിയമ്മ അവിടെ ഉള്ളത്, അതാണ് പ്രശ്നം. വാപ്പാക്ക് വാപ്പാന്റെ യോഗ്യത ഉണ്ടെങ്കിൽ മക്കൾക്ക് മക്കളുടെ യോഗ്യത ഉണ്ടാവും. ഭാര്യക്ക് ഭാര്യന്റെ യോഗ്യത ഉണ്ടെങ്കിൽ ഭർത്താവിന് ഭർത്താവിന്റെ യോഗ്യത ഉണ്ടാവും. ഒരു മനുഷ്യന് അവനാന്റെ യോഗ്യത നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഒരു ബോധമില്ല. മാഷ്ക്ക് തോന്നാണ് എന്നെ കാണുമ്പോ കുട്ടികളൊന്നും നീച്ചിക്കണില്ല. കുട്ടികൾക്കല്ല യോഗ്യത ഇല്ലാത്തത്. മാഷിക്ക് മാഷാവാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കാൻ തോന്നാതിരിക്കൂല. വാപ്പാക്ക് വാപ്പയാവാൻ യോഗ്യത ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കണ്ടാല് ബഹുമാനിക്കാതിരിക്കാൻ തോന്നൂല. സ്വന്തം യോഗ്യത. പഴയ കാലത്ത് നമ്മളൊക്കെ നാട്ടില് മൊല്ലാക്ക് അങ്ങനെ വരുന്ന കണ്ടാല് പീഡിയക്കൊലയമ്മ ഇരിക്കാൻ തോന്നൂലായിരുന്നു. അറിയാതെ അങ്ങനെ പൊന്തും. എന്റെ കാര്യം, മൊല്ലാക്കാക്ക് ബഹുമാനിക്കപ്പെടാനുള്ള യോഗ്യതയുണ്ടായിരുന്നു എന്നതാണ് കാരണം. നമുക്ക് നമ്മളെ യോഗ്യത വേണം. ഭർത്താവിന് ഭർത്താവിന്റെ യോഗ്യത വേണം, ഭാര്യക്ക് ഭാര്യന്റെ യോഗ്യത വേണം, വാപ്പാക്ക് വാപ്പാന്റെ യോഗ്യത വേണം, ഉമ്മാക്ക് ഉമ്മാന്റെ യോഗ്യത വേണം, കുട്ടികൾക്ക് ഓല യോഗ്യത വേണം. ഇബ്രാഹിമിയ യോഗ്യത ഉണ്ടെങ്കിൽ വാപ്പയാകും, ഇസ്മായിലിയ യോഗ്യത ഉണ്ടെങ്കിൽ കുട്ടിയാവും, ഹാജറ ബീവിയുടെ യോഗ്യതയുണ്ടെങ്കിൽ ഭാര്യയാകും. ഹാജറ ബീവിന്റെ യോഗ്യത ഉണ്ടെങ്കിലാണ് ഭാര്യയാകുക. അതുകൊണ്ട് എല്ലാവരും അവരവരെ കുറിച്ച് തിരിച്ചറിയണം. ചില സ്ഥലത്തൊക്കെ പ്രസംഗിക്കാൻ ചെന്നാല്, ചില സ്ഥലത്ത് നമ്മൾ വേദറിയാൻ ഇങ്ങനെ ക്ലാസ് ഒക്കെ എടുക്കാൻ വേണ്ടി ചെന്നാല് പിന്നെ കുറച്ച് വയസ്സന്മാരിങ്ങനെ മെല്ലെ അടുത്ത് കൂടിയിട്ട് ഇങ്ങനെ രോഗിയൊക്കെ പറഞ്ഞിട്ട് അസ്സലാമു അലൈക്കും ഉസ്താദ് എവിടെ എപ്പോഴാണ് പുറപ്പെട്ടെന്നൊക്കെ ചോദിച്ചിട്ട് പറയും, ഉസ്താദ് ചെറുപ്പക്കാരെ പറ്റി നല്ലോണം ഒന്ന് പറയുകൊണ്ട് കേട്ടോ പറയും. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് പോകുമ്പോ ചെറുപ്പക്കാരിങ്ങനെ യൂണിയൻ കൂടിയിട്ട് അടുത്ത് വന്നിട്ട് പറയും, ഉസ്താദെ വയസ്സന്മാരെ പറ്റി ഒന്ന് പറയുണ്ടോ, ഇവിടെ ഉണ്ട് കുറച്ച് വയസ്സന്മാര്, അവരെ പറ്റി ഒന്ന് പറയുണ്ടോ പറയും. ഇങ്ങനെ കുട്ടികൾ പറയും വലിയവരെ പറ്റി പറയാന്, വലിയവര് പറയും കുട്ടികളെ പറ്റി പറയാൻ, ആണുങ്ങൾ പറയും പെണ്ണുങ്ങളെ പറ്റി ഒന്ന് പറയുണ്ടോ, പെണ്ണുങ്ങൾ പറയും ഉസ്താദെ ആണുങ്ങളെ പറ്റി ഒന്ന് പറയുണ്ടോ. ആർക്കും അവനാനെ പറ്റി അറിയണ്ട, ആർക്കും അവനാനെ പറ്റി അറിയണ്ട. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ വന്നിട്ട് സ്വഹാബത്ത് പറയാറുണ്ടായിരുന്നത്, പുരുഷന്മാര് വന്നിട്ട് പറയും, നബിയെ ഭർത്താവ് എന്തൊക്കെയാണ് ഭാര്യക്ക് ചെയ്തു കൊടുക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ഭാര്യമാര് വന്നിട്ട് പറയും, അല്ലാഹുവിന്റെ റസൂലേ
ഭാര്യ ഭർത്താവിന് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. അവർക്ക് അവരെ കുറിച്ചാണ് അറിയേണ്ടിയിരുന്നത്, ഞമ്മക്ക് വേറുള്ളവരെ പറ്റിയാണ് അറിയേണ്ടത്. ഇതാണ് വ്യത്യാസം. ഓരോരുത്തരും അവനാനെ പറ്റി പഠിക്കുക. ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടത്, ഞാനിപ്പോ ഒരു ഭർത്താവാണ്, ഞാൻ എന്തൊക്കെ ചെയ്യണ്ടേ, ഞാൻ ഒരു ഭാര്യയാണ്, ഞാൻ എന്തൊക്കെ ചെയ്യണ്ടേ, ഞാനൊരു വാപ്പയാണ്, ഞാൻ എന്തൊക്കെ ചെയ്യണ്ടേ, ഞാനൊരു ഭർത്താവിന് ഉമ്മയാണ്, ഞാൻ എന്തൊക്കെ ചെയ്യണ്ടേ, ഞാനൊരു കുട്ടിയാണ്, ഞാൻ എന്തൊക്കെ ചെയ്യണ്ടേ. അത് നമ്മൾ ആലോചിക്കൂല. വാപ്പ വിചാരിക്കണ എന്താ വെച്ചാല് ഓന്റെ മകനല്ല, എന്താ ഇങ്ങനെ ഇതാ പറ്റുമോന്നാ. മക്കൾ വിചാരിക്കണ എന്താ, മൂപ്പരൊന്നും അല്ലെങ്കിൽ വാപ്പല്ലേ, വാപ്പാരൊക്കെ അങ്ങനെ കുട്ടികളോട് ചെയ്യാൻ പറ്റുമോന്നാ. ഇമ്മ വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഓരോരുത്തരും ആരും അവനാന്റെ ഭാഗം ചിന്തിക്കണില്ല. എല്ലാവരും ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചാൽ എല്ലാ പ്രശ്നവും തീർന്നു. ഭർത്താവ് ചിന്തിക്കേണ്ടത് ഞാൻ ഭർത്താവാണ്, ഞാൻ എന്തൊക്കെ ചെയ്യണം. ഭാര്യ ആലോചിക്കേണ്ടത് ഞാൻ ഭാര്യയാണ്, ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടത്. ഇങ്ങനെ എല്ലാവരും അവനാനെ കുറിച്ച് ആലോചിക്കണം. അതാരും ആലോചിക്കണില്ല എന്നുള്ളതാണ്. ഒരു പ്രമുഖനായ സഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലുള്ള മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. മദീനത്തെ മുനാഫിക്കുകൾ ഇന്ന ആൾക്കാരൊക്കെയാണെന്ന് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിവരം അറിഞ്ഞു. മദീനത്തുള്ള മുനാഫിക്കുകളുടെ പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ മെല്ലെ അടുത്തു കൂടിയിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് നബി തങ്ങൾ മദീനത്തുള്ള മുനാഫിക്കുകളുടെ പേര് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് കേട്ടു, ആ പേരൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു തരില്ല, നബി തങ്ങൾ ആരോടും പറയരുത് പറഞ്ഞിട്ടുണ്ട്, പിന്നെ എങ്ങനെ പറഞ്ഞു തരാന്ന് ചോദിച്ചു. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ഒരിക്കലും പറഞ്ഞു തരില്ലേന്ന് ചോദിച്ചു. ഇല്ല, എന്തായാലും പറഞ്ഞു തരില്ല പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്നാ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചു. അതിൽ ഇന്റെ പേരുണ്ടോന്ന് ചോദിച്ചു. ഇല്ല പറഞ്ഞു. എന്നാ എനിക്ക് ആ ലീസ്റ്റ് വേണ്ട പറഞ്ഞു. ഞമ്മക്ക് വേറുള്ളവരാരൊക്കെ നരകത്തിലുള്ളത് എന്ന് അറിയേണ്ടത് നമ്മളെ കാര്യത്തിൽ ഒരു ബേജാറുമില്ല. നമ്മൾ മാത്രം മുസാഫിലെ നടക്കത്തെ കണ്ടാണ്, ബാക്കിയുള്ളവരൊക്കെ പുറം ചട്ടിയാണ്. ഇതാണ് പ്രശ്നം. നമ്മളെ കാര്യത്തിലൊരു ബേജാറ് നമ്മക്കുണ്ടെങ്കിൽ എല്ലാ പ്രശ്നവും തീരും. അവനാന്റെ കാര്യത്തിലൊരു ബേജാറ് വേണം. ഭർത്താവിന്റെ വിഷയത്തിൽ ബോധം ഉണ്ടായിരിക്കണം, മക്കൾക്ക് മക്കളുടെ വിഷയത്തിൽ ബോധം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഇങ്ങനെ തവാഫ് ചെയ്യുന്ന സമയത്ത് ഒരു മനുഷ്യനെ കണ്ടു. ഉമ്മാനെ ഇങ്ങനെ തോളിലേറ്റിയിട്ട് ഒരാളിങ്ങനെ തവാഫ് ചെയ്യാണ്, ഉമ്മാനെ തോളിലേറ്റിട്ട്. നബി തങ്ങളെ കണ്ടപ്പോ അയാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അന ബഈറു ഉമ്മി, ഞാൻ ഉമ്മാന്റെ ഒട്ടകാണ്. യമനിൽ നിന്നാണ് ഞാൻ വരുന്നത്. യമനിന്ന് ഉമ്മാനും തോളിലേറ്റിയിട്ട് ഞാനിങ്ങനെ നടന്ന് ഉമ്മാക്ക് നടക്കാൻ വയ്യ, അതുകൊണ്ട് ഇതുവരെ നടന്നു വന്ന് ഞാൻ ഉമ്മാനേറ്റ് ഇങ്ങനെ തവാഫ് ചെയ്യാണ്. ഇങ്ങനെ ചെയ്താൽ ഞാൻ എന്റെ ഉമ്മയോടുള്ള ഹക്കിനെ വീട്ടിയവനാകുമോ എന്ന് ചോദിച്ചു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ല, ലാ ആവൂല, ഇതുകൊണ്ടൊന്നും ഉമ്മാനോടുള്ള ഹക്ക് വീട്ടിയവനാവൂല എന്ന് പറഞ്ഞു. ഭാര്യ മനസ്സിലാക്കണം, നിന്റെ ഭർത്താവിന്റെ സ്വർഗം കിടക്കുന്നത് റോട്ടിലാണ്, എന്റെ പുതിയാപ്പളന്റെ സ്വർഗം കിടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അത് വാങ്ങിക്കൊടുക്കൽ എന്റെ ഡ്യൂട്ടിയാണ്. സ്വർഗത്തിലേക്ക് ആരും ഒറ്റക്ക് പോവില്ല, കൂട്ടായിട്ട് മാത്രമേ പോവുള്ളൂ. ഒറ്റക്ക് ഇങ്ങനെ അവനാൽ മാത്രമാണ് തടിയിച്ചിലാക്കാം. അംഫുസക്കും വാഹ്ലീക്കും നാറ, അങ്ങനെ ഒറ്റക്ക് പോകുന്നില്ല. വദ്ഖുലീ ഫീ ഇബാദി വദ്ഖുലീ ജന്നതി, സ്വർഗത്തിലേക്ക് പോകാനുള്ള ആളുകളുടെ കൂട്ടത്തിൽ ചേർന്ന് ഒരുമിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കുകയാണ്. ഒറ്റക്ക് അങ്ങനെ പോകാൻ കഴിയൊന്നുമില്ല. അതുകൊണ്ട് ഒപ്പം ആള് വേണം. അത് ഇവരൊക്കെയാണ്. ഈ ജീവിതം സ്വർഗത്തിൽ ഒരുമിക്കാനുള്ളതാണ്. അതിന് ഭർത്താവിന്റെ ഉമ്മാനെ തൃപ്തിപ്പെടുത്തിയെങ്കിൽ മാത്രമേ സാധ്യമാവുള്ളൂ എന്നൊരു ബോധം ഉണ്ടെങ്കിൽ എല്ലാ പ്രശ്നം തീരും. ഞാൻ പറഞ്ഞ മാതിരി വളരെ കുറഞ്ഞ കാലാണുള്ളത്. ഉമ്മ വാപ്പമാർ പ്രായമെത്തിയാൽ അവരോട് ഉഫിൻ എന്ന് പോലും പറയരുത് എന്ന് പറയും. നമുക്ക് തോന്നും ഓല് മോശമായ പിന്നെ എന്താ കാട്ടുക, ഓലിപ്പ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്താ കാട്ടുക. അതുകൊണ്ടാണല്ലോ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞത്. അങ്ങനെ പറയുന്നുള്ളത് കൊണ്ടാണ് ഉഫിൻ എന്ന് പറയരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. 35 വർഷം ബാക്കിലാണ് അവർ ചിന്തിക്കുന്നത്, നമ്മൾ 35 വർഷം മുമ്പിലാണ് ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരിക്കലും ഓലക്കൂടി ചിന്തിക്കാൻ പറ്റൂല. ഓലല്ല അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, നമ്മളാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. മൻ ഫളല സൗജതുഹു അലാ ഉമ്മിഹി എന്ന് പറഞ്ഞത് പ്രവർത്തനത്തിലല്ല, മനസ്സിലാണ്. ഫളല് നൽകുക എന്ന് പറഞ്ഞാല് പ്രവർത്തനത്തിലല്ല. മൻ ഫളല സൗജതുഹു അലാ ഉമ്മിഹി,
ഒരാൾ ഉമ്മയേക്കാൾ ഭാര്യക്ക് പ്രാധാന്യം നൽകിയാൽ എന്ന് പറഞ്ഞത് മനസ്സിലാണ്. മനസ്സിൽ ഒരാൾക്ക് ഉമ്മയേക്കാൾ പ്രാധാന്യം ഭാര്യക്കുണ്ടെങ്കിൽ തന്നെ അവന് ശാപം ഉണ്ടാവുന്ന. അതുകൊണ്ട് മനസ്സിൽ പോലും പറ്റൂല, എന്നിട്ടല്ലേ പ്രവർത്തനത്തിൽ. മനസ്സിൽ പോലും പറ്റാത്ത കാര്യമാണത്. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ശരിക്കും പഠിക്കാനുള്ളത് തന്നെയാണ്. ആകെ പഠിക്കാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് കുടുംബജീവിതമാണ്. പഠിക്കാൻ ആകെ ഒരു വിഷയമുള്ളൂ, അത് കുടുംബജീവിതമാണ്. ഇത്രയും കാലം പഠിച്ചിട്ട് നമുക്കത് മനോഹരമായി കുറച്ചു കാലം കൊണ്ടെടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ പറ്റാം? അതുകൊണ്ട് എല്ലാവർക്കും അവരവരെ കുറിച്ചുള്ള ബോധം ഉണ്ടായിരിക്കണം. ഭർത്താവിന് ഞാൻ ഭർത്താവാണെന്നും എന്റെ ഭാര്യനും മക്കളെയും സ്വർഗത്തിൽ കൊണ്ടുപോകേണ്ടവരാണ് എന്ന ബോധം ഉണ്ടാവണം. ഭാര്യയ്ക്ക് ഞാൻ ഭാര്യയാണെന്നും ഭർത്താവിനെയും കുട്ടികളെയും സ്വർഗത്തിൽ കൊണ്ടുപോകേണ്ട ബാധ്യത എനിക്കുണ്ട് എന്നും ബോധമുണ്ടാവണം. എന്നാ സംഗതിയൊക്കെ ഉഷാറാവും, എല്ലാം ഉഷാറാവും. ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എപ്പോഴും നബി തങ്ങൾ ഇങ്ങനെ ഖദീജ ബീവിനെ പറ്റി പറയും. ഒരാടിനെ അറുത്താല് അതിന്റെ നല്ലൊരു കുറകെടുത്തിട്ട് ഖദീജ ബീവിന്റെ കൂട്ടുകാരികൾക്ക് കൊടുത്തേക്കും. എപ്പോഴും ഇങ്ങനെ ഖദീജ ബീവിനെ പറ്റി പറഞ്ഞ്. അപ്പൊ ഒരിക്കൽ ആയിഷ ബീവി ചോദിച്ചു, അജൂസുൻ കഥാവ കഥ, നബിയെ ഖദീജ എന്ന് പറഞ്ഞത് ഒരു തള്ളയല്ലയോ എന്ന് ചോദിച്ചു. വഖദ് അബ്ദലക്കല്ലാഹു ഖൈറൻ മിൻഹ, അതിനേക്കാൾ ഖൈറായ ഭാര്യമാരെ അള്ളാഹു നിങ്ങൾക്ക് പകരം തന്നിട്ടില്ലയോ നബിയെ എന്ന് ചോദിച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, മാ അബ്ദലനി അല്ലാഹു ഖൈറൻ മിൻഹ, ഖദീജയേക്കാൾ ഖൈറായ ഒരു പെണ്ണിനെ അള്ളാഹു എനിക്ക് പകരം തന്നിട്ടില്ല. വലദത്തിനി ഇബ്നഹ, ഓളിന്റെ കുട്ടികളമ്മയാണ് എന്ന് പറഞ്ഞു ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ കുട്ടികളമ്മയാണ് ഖദീജ എന്ന് പറയുന്നത് എന്ന് സയ്യിദുനാ ഹബീബുനാ ത്വാഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എന്താ അതിലപ്പുറം പറയേണ്ട ഒരു വർത്താനം? 9500 മീറ്റർ ദൂരമുണ്ട് ഖദീജ ബീവിയുടെ വീട്ടിൽ നിന്ന് ജബലുൻ നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹയിലേക്ക്. 9.5 കിലോമീറ്റർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടുന്നു. 25ാമത്തെ വയസ്സിൽ ഖദീജ ബീവിയെ കല്യാണം കഴിച്ചു. അപ്പൊ 25ൽ നിന്ന് 40ലേക്ക് 15 കൊല്ലം. വിവാഹം ചെയ്യുമ്പോ ഖദീജ ബീവിക്ക് 40 വയസ്സാണ്. നുബുവത്ത് കിട്ടുമ്പോ ഖദീജ ബീവിക്ക് 55 വയസ്സ്. നബിക്ക് 40, ഖദീജ ബീവിക്ക് 55. ഒറ്റക്കിരുന്ന് ഇബാദത്ത് ചെയ്യണമെന്നൊരാഗ്രഹം ഖദീജ ബീവി അറിയിച്ചു. ആയിക്കോട്ടെ, പറ്റിയ സ്ഥലം കണ്ടുപിടിച്ചോളി എന്ന് പറഞ്ഞു. അങ്ങനെ ജബലുൻ നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹ നബി തങ്ങൾ കണ്ടുപിടിച്ചു. ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. ഗോതമ്പ് മാവും ഈത്തപ്പഴവും ഉപ്പും പച്ചവെള്ളവും ഖദീജ ബീവി തയ്യാറായി കൊടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. ചില ദിവസങ്ങളിൽ നബി തങ്ങൾ ഇറങ്ങി വരും, എന്നിട്ട് ഈ സാധനങ്ങൾ കൊണ്ടുപോകും. വരാത്ത ദിവസം ഖദീജ ബീവി കൊണ്ടുപോയി കൊടുക്കും. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ആരാ ഉസാമത്ത് ബിൻ സെയ്ദ്? നബി തങ്ങളുടെ വളർത്തുപുത്രനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഉസാമ. ഓലെ വീട്ടിൽ തന്നെയുള്ള ഒരു കുട്ടിയാണ് എന്നർത്ഥം. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദീജ ബീവിയെ വല്യമ്മ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാന്ന് പറഞ്ഞു. ജബലുൻ നൂർ പർവ്വതത്തിലേക്ക് ഞാൻ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഖദീജ ബിവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ ഭർത്താവിന് ഞാൻ തന്നെ ഭക്ഷണം നൽകട്ടെ. പെണ്ണുങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ കേട്ടോ. കുട്ടികളെ, വാപ്പ വന്നിട്ടുണ്ട് ചോറ് വിളമ്പി കൊടുത്താളി എന്നല്ല. വാപ്പ പള്ളിക്കുന്ന് വന്നിട്ടുണ്ട് ചോറ് വിളമ്പി കൊടുത്താളി എന്നല്ല. 55 വയസ്സാണ് ഖദീജ ബീവിക്ക്. 9.5 കിലോമീറ്റർ, 9500 മീറ്റർ ദൂരമാണ് ഖദീജ ബീവിയുടെ വീട്ടിൽ നിന്ന് ഹിറാ പർവ്വതത്തിലേക്ക്, ഹിറാ ഗുഹയിലേക്കുള്ളത്. ബംഗാളികള് സ്റ്റെപ്പ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മളെ കൊണ്ട് കയറാൻ പറ്റൂല. താഴെ എന്നിട്ട് ഇങ്ങനെ മേപ്പിട്ട് നോക്കല, കയറലില്ല. അപൂർവമായി ആരെങ്കിലും കയറാണെങ്കിൽ 10 ഓട്ടം വൈക്ക് നിൽക്കണം. കുപ്പിവെള്ളം കൂടെ വേണം എത്തിയേക്കിന് കുടിക്കാന്, ഇല്ലെങ്കിൽ ജീവൻ പോകും. ആ സ്ഥലത്തേക്ക് 55 വയസ്സുള്ള ഖദീജ ബീവി ഗോതമ്പും മാവും ഈത്തപ്പഴവും ഉപ്പും പച്ചവെള്ളമായിട്ട് പോകുമ്പോ മനസ്സിലുള്ളത് ഇന്റെ പുതിയാപ്പളക്ക് ഞാൻ തന്നെ ചോറ് വിളമ്പി കൊടുക്കട്ടെ എന്നാണ്. അല്ലാതെ കുട്ടികളെ ആണ്ട് വിളമ്പി കൊടുത്താളി വാപ്പ വന്നിട്ടുണ്ട് എന്നല്ല. ഇതിനൊക്കെ എന്നാണോ മാറ്റം വരുന്നത് അന്ന് നമ്മൾ നേരാവും. നമ്മൾ കണ്ടേ നമ്മൾ തന്നെ ചെയ്യണം.
വെയ്യാത്തവരെ കുറിച്ച് ഞാൻ പറയണില്ല. വെയ്ക്കണോരെന്തിനായി ചെയ്യണത്? ഒരല്പം വെയ്ക്കുമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ തന്നെ ചെയ്യണം. വയ്യാത്തതിന് വേറൊരാളെ ഏൽപ്പിക്കാം, വയ്ക്കണ ഒരു കാര്യത്തിന് വേറൊരാളെ ഏൽപ്പിക്കരുതല്ലോ. പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഭാര്യ ചെയ്യേണ്ടത് ഭാര്യയും, ഭർത്താവ് ചെയ്യേണ്ടത് ഭർത്താവും, ബാപ്പ ചെയ്യേണ്ടത് വാപ്പയും, ഉമ്മ ചെയ്യേണ്ടത് ഉമ്മയും ചെയ്താൽ സംഗതി ആരായി? ഒരു വാക്കുകൂടിയും പറയുന്നത് ഞാൻ ഇങ്ങനെയാണ്, കുറച്ചൊക്കെ കാര്യങ്ങൾ ഉമ്മയും ബാപ്പയും ഓരൊക്കെ ശ്രദ്ധിക്കും കൂടി വേണം. വെറും ഭാര്യനും ഭർത്താവിനും മാത്രം പറഞ്ഞിട്ട് ഇവിടെ നിന്നാണ് പോകാൻ എനിക്ക് കഴിയില്ല. അതിലും ചില കാര്യങ്ങളുണ്ട്. പഴയ കാലത്ത് രാവിലെ പെണ്ണുങ്ങൾ കുളിച്ച തോർത്തുണ്ട് ഉമ്മ കാണുന്ന രൂപത്തിൽ തോരടാൻ പാടില്ലായിരുന്നു അത്രേ. അപ്പൊ കൊണ്ടാക്കും തൊലാക്കിയല്ലോ. അങ്ങനെ ഞാൻ എത്ര ആലോചിച്ചിട്ടു എന്താ അതിന്റെ പ്രശ്നം എന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. അതില് ഒരു അദബുകേട് എന്തേലും ഉണ്ടെങ്കിൽ ഇനിയിപ്പോ അത് മറവിലിടാം എന്ന് വെക്കാം. പക്ഷെ ഇങ്ങനെ ബദുരിദ്ദുണ്ടാക്കാനും കൊണ്ടയാക്കാനും കാര്യം തീർക്കാനും മാത്രം എന്താ പതിലുള്ളത്? തോർത്തുണ്ട് തോരട്ടു എന്നുള്ള അല്ല പ്രശ്നം, കുളിച്ചു എന്നതാണ് പ്രശ്നം. ഈ ആരാ പറഞ്ഞു തന്നത് ഭാര്യയും ഭർത്താവും ദൂറിന്റെ ശേഷം കുളിക്കാൻ പാടുള്ളൂ എന്ന്? അത് രാവിലെ തന്നെയാണ് ചെയ്യേണ്ടത്. രാവിലെ എഴുന്നേൽക്കേണ്ടതാണ്, രാവിലെ കുളിക്കേണ്ടതാണ്. എല്ലാതും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാകാൻ പറ്റൂല. അതുകൊണ്ട് ഉമ്മാരും ചില കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത് ഞാൻ ഇതാണ്. എന്തായാലും നിങ്ങളെക്കാളിലും ഒരു 10-35 വയസ്സിന് കുറവുള്ളതാണ് കെട്ടിക്കൊടുന്ന മരുവോള് എന്ന് പറയുന്നത്. ഇമ്മാന്റെ അതേമാതിരി തന്നെ മരുവോളും ആവണം എന്ന് വിചാരിച്ചപ്പോ എങ്ങനെയാ നടക്കുക? ഒരു 30 കൊല്ലത്തെ ബുദ്ധി വളർച്ച ബാക്കിലാണുള്ളത്, അനുഭവ സമ്പത്തും ബാക്കിലാണുള്ളത്. അതൊന്നും ഉൾക്കൊള്ളാൻ ഉമ്മയും വാപ്പയും തയ്യാറായാൽ ആ ഭാഗവും ക്ലിയർ ആയിരിക്കും. അപ്പൊ എല്ലാ കാര്യത്തിലും നമുക്ക് മക്കളെ മാത്രം പറയുന്നതിന് പകരം ചില കാര്യത്തിലൊക്കെ മാതാപിതാക്കളും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും ഓൽക്കൊന്ന് ഒരു കുട്ടികളെ കാര്യത്തിൽ ഉമ്മാന്റെയും വാപ്പാന്റെയും ദുആയുടെ അത്ര പവറുള്ള വേറൊരു ദുആയില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ജന്മന കണ്ണ് കാണാത്ത മനുഷ്യനായിരുന്നു. ബഹുമാനപ്പെട്ട ബുഖാരി ഇമാമിന്റെ ഉമ്മ ദോരന്ന് കുട്ടികളുണ്ടായതാണ്. അല്ല, കണ്ണ് കഴിച്ചിട്ടിയതാണ്, ദോരന്നിട്ട്. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ നമ്മളെ കുട്ടികൾക്ക് വേണ്ടി നമ്മളെ എത്ര ദുആ ചെയ്യാറുണ്ട് എന്നതാണ് പ്രശ്നം. കേടായിട്ട് ദുആ ചെയ്യുന്നതിന് പകരം നല്ലതുകൊണ്ട് തോരന്നാല് മാതാപിതാക്കളുടെ ദുആ കുട്ടികൾക്ക് വേഗത്തിൽ ഇജാബത്തുള്ളതാണ്. നമ്മളെ കുട്ടി നന്നായ നമ്മൾ പറയും 5ാം ക്ലാസ് പൊതുപരീക്ഷയൊക്കെ പാസ്സായി റബീഉൽ അവ്വലിന് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി സ്വർണ്ണ മെഡലൊക്കെ കിട്ടി സമ്മാനം കിട്ടുമ്പോൾ ഓന്റെ കുട്ടിയാണെന്ന് പറഞ്ഞ് കുപ്പായൊക്കെ നേരാക്കും. എന്തേലും വേണ്ടാത്ത കുരുത്തക്കെട് കാട്ടിയാൽ ഓന്റെ കൂട്ടുകെട്ടൊക്കെ മോശമായി എന്ന് പറയും. നന്നായ നമ്മളെ കുട്ടിയായതുകൊണ്ടും കുരുത്തക്കേട് കാട്ടിയാൽ കൂട്ടുകെട്ട് മോശമായതുകൊണ്ടും എന്നാണ് നമ്മളെ വെപ്പ്. അങ്ങനല്ല, നന്നായതും എൻ്റെ കുട്ടിയായതുകൊണ്ട് തന്നെയാണ്, കേടെന്നതും എൻ്റെ കുട്ടിയായതുകൊണ്ട് തന്നെ. നന്നാക്കിയതും ജന്നെയാണ്, കേടിരുത്തിയതും ജന്നെ. അതുകൊണ്ട് വേറൊരാളെ കുറ്റം പറയാനൊന്നും കരുതി നിൽക്കണ്ട. മക്കളെടുത്ത് എന്തെങ്കിലും അബദ്ധം ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ മാതാപിതാക്കൾ തന്നെയാണ്. ലോക ചരിത്രത്തിൽ ഉമ്മ നോക്കിയ എല്ലാ കുട്ടിയും നല്ല മനുഷ്യന്മാരായിട്ടുണ്ട്. ഉമ്മാര് നോക്കിയ കുട്ടികളെ വലിയ മനുഷ്യന്മാരായിട്ടുള്ളൂ എന്നുള്ളതാ ശരി. അമ്പിയാക്കളെ തന്നെ പരിശോധിച്ചാൽ ഒരുപാട് നബിമാര്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഉമ്മയാ നോക്കിയത്, മൂസ നബി അലൈഹിസ്സലാമിനെ ഉമ്മയാ നോക്കിയത്, ഈസ നബി അലൈഹിസ്സലാമിനെ ഉമ്മയാ എന്തിനാ അങ്ങോട്ടൊക്കെ പോണത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മയാണ് നോക്കിയിട്ടുള്ള, വാപ്പ നോക്കിയിട്ടില്ല. അതും 6 വയസ്സ് വരെ നോക്കിയത്. മര്യാദക്ക് നോക്കുകയാണെങ്കിൽ 6 വയസ്സ് വരെ നോക്കിയാൽ മതി എന്ന് മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ നബി തങ്ങളെ ഉമ്മാനെ 6ാം വയസ്സിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഉമ്മാര് മര്യാദക്ക് നോക്കാത്തതാ പ്രശ്നം. നേരങ്ങത്തിൽ നോക്കുകയാണെങ്കിൽ 6 വയസ്സ് വരെ നോക്കിയാൽ തന്നെ മതിയാവും. ഉമ്മ നോക്കിയല്ല, ഗൗസുല്ലാദമിനെ ഉമ്മ നോക്കിയതാണല്ലോ. കളവ് പറയല്ല എന്നും ചൊന്നാരെ കള്ളന്റെ കയ്യിലെ പൊന്നി കൊടുത്തോവറ്. ഗൗസുല്ലാദമിനെ ഉമ്മ നോക്കിയതാ. അൽ ഉമ്മു ഹിയ അൽ മദ്രസത്തുൽ ഊല, ഉമ്മയാണ് 1ാമത്തെ മദ്രസ. അതുകൊണ്ട് കുട്ടികൾ കേടന്നാൽ ഉത്തരവാദിത്തം ഉമ്മാക്കും വാപ്പാക്കും തന്നെയാണ്. വേറെ